എല്ലാവർക്കും നമസ്കാരം. സർക്കാർ സ്കൂളുകളിൽ ഗായത്രി മന്ത്രം പാടുന്നത് മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണോ? അത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിനെ തകർക്കുമോ? അതോ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് ചേർന്ന് നിൽക്കുന്ന ഒരു നടപടിയാണോ? ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ടായി. സംഭവം നടക്കുന്നത് കേരളത്തിലല്ല, ഛത്തീസ്ഗഡിലാണ്. സർക്കാർ സ്കൂളുകളിൽ അവിടെ സരസ്വതി വന്ദനം, ഗായത്രി മന്ത്രം, ഗുരുമന്ത്രം എന്നിവ ചൊല്ലിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ ഒരു സർക്കുലർ ഇറങ്ങിയിരുന്നു. എന്നാൽ ഈ സർക്കുലർ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അത് മതനിരപേക്ഷതയെ തകർക്കുന്ന നടപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരാൾ ഉൾപ്പെടെ 3 പേർ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഗായത്രി മന്ത്രം ഉൾപ്പെടെയുള്ള മന്ത്രങ്ങളെല്ലാം സ്കൂളുകളിൽ ചൊല്ലുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുടെയും ഭാഗമാണ് എന്നുള്ള അഭിപ്രായമാണ് കോടതി ഇവിടെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ സർക്കുലറിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് കോടതി കണ്ടെത്തിയത് എന്നതിലുപരി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 28 യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് കോടതി ഈ വിധിയിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. ഈ കേസിൻ്റെ പശ്ചാത്തലം, ഹർജിക്കാരുടെ വാദങ്ങൾ, സർക്കാരിൻ്റെ മറുപടി, ഹൈക്കോടതിയുടെ വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങൾ എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം. ഇതിലാദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു സർക്കുലറാണ്. ഈ വർഷം ജൂൺ മാസം 12-ാം തീയതിയാണ് ഛത്തീസ്ഗഡ് സർക്കാർ ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തുള്ള സർക്കാർ സ്കൂളുകളിലെ പ്രഭാത അസംബ്ലിയിൽ ദേശീയ ഗാനം, ദേശീയ ഗീതം, അതിനോടൊപ്പം തന്നെ ദീപമന്ത്രം, സരസ്വതി വന്ദനം, ഗുരുമന്ത്രം എന്നിവ ഉൾപ്പെടുത്തണം എന്നതായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശം. ഉച്ചഭക്ഷണത്തിന് മുൻപ് ഭോജനമന്ത്രം ജപിക്കണം എന്നും സ്കൂൾ വിടുന്നതിന് മുൻപ് ഗായത്രി മന്ത്രവും ശാന്തി മന്ത്രവും ചൊല്ലണം എന്നുമായിരുന്നു ഈ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ. ഇത് മാത്രമായിരുന്നില്ല, ഇതിനോടൊപ്പം മഹാന്മാരായിട്ടുള്ള ആൾക്കാരുടെ ജീവചരിത്രം കുട്ടികൾ വായിക്കുക, ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളും ഈ സർക്കുലറിൻ്റെ ഭാഗമായിട്ട് നിർദ്ദേശങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. ആ കേസ് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 3 ആൾക്കാരാണുള്ളത്. അതിലൊരാൾ ഛത്തീസ്ഗഡിലെ മുൻ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിട്ടുള്ള അബ്ദുൾ സലാം റിസ്വിയാണ്. മറ്റൊരാൾ അവിടുത്തെ ന്യൂനപക്ഷ വകുപ്പിൻ്റെ മുൻ ചെയർമാനായിരുന്ന മഹേന്ദ്ര ഛാബ്ദയാണ്. മൂന്നാമത്തെ ആൾ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ഷഫീഖ് അഹമ്മദ് എന്നൊരു വ്യക്തിയാണ്. ഇവർ 3 പേരും കോടതിയോട് പറഞ്ഞിരുന്ന വാദം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം സർക്കാർ സ്കൂളുകളിൽ എല്ലാ മതവിഭാഗത്തിലുമുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മതേതര സ്ഥാപനങ്ങളാണ്. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നിർബന്ധമാക്കുന്നത് ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്, മനസാക്ഷി സ്വാതന്ത്ര്യത്തിന് ഒക്കെ വിരുദ്ധമാണ് എന്നുള്ള മൗലികമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവർ ഈ ഹർജിയിലൂടെ ചൂണ്ടിക്കാട്ടിയത്. ഈ മന്ത്രങ്ങളുടെ ജപത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അതിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു സംവിധാനവുമില്ല എന്നാണ് അവർ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് നിർബന്ധിതമായിട്ട് ഇതര മതസ്ഥരെയും ഇതിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ ഇവർ വാദിച്ചിരുന്നു. ഒരു മതത്തിലെ പ്രാർത്ഥനകൾ മാത്രം ഉൾപ്പെടുത്തുകയും മറ്റു മതങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ സംസ്ഥാനം മതനിരപേക്ഷത ലംഘിച്ചിരിക്കുകയാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു ബാധ്യത സർക്കാരിനുള്ളത് അവർ ലംഘിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ഇവർ ഹർജിയിൽ പറഞ്ഞിരുന്നത്. അതിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് ഭരണഘടനാ അനുച്ഛേദം ഉയർത്തിക്കാട്ടിയത് തന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 28(1) അതിൻ്റെ ലംഘനമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഈ ആർട്ടിക്കിൾ 28(1) പ്രകാരം സർക്കാർ പൂർണ്ണമായിട്ടും ധനസഹായം നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു തരത്തിലുള്ള മതപഠനവും നൽകാനായിട്ട് പാടില്ല എന്നാണ് നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സരസ്വതി വന്ദനം, ഗായത്രി മന്ത്രം ഒക്കെ തന്നെ മതപരമായിട്ടുള്ള മന്ത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഉൾപ്പെടുത്തുക എന്നത് ആർട്ടിക്കിൾ 28(1) ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ വാദങ്ങളെ അതിശക്തമായി എതിർത്തു. സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഇതൊന്നും തന്നെ മതപരമായിട്ടുള്ള പ്രബോധനമല്ല, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാർവലൗകിക മൂല്യങ്ങളാണ് ഇതിൽ കൂടി പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. ഇതുവഴി വിദ്യാർത്ഥികളിൽ ചില മൂല്യങ്ങൾ വളർത്താൻ, പ്രത്യേകിച്ച് അച്ചടക്കം, നന്ദി, പ്രകൃതിയോടുള്ള ബഹുമാനം, സാമൂഹിക ഐക്യം, മാനുഷിക മൂല്യങ്ങൾ, ഇതൊക്കെ തന്നെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ സർക്കുലറിൻ്റേത്. അതല്ലാതെ മതപരമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിഷ്ഠകളെയോ മതത്തിൻ്റെ ജപരീതികളെയോ സമ്പ്രദായത്തിനെയോ മറ്റുള്ള മതസ്ഥരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമവും ഈ സർക്കുലർ വഴി ഉദ്ദേശിക്കുന്നില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. ഈ വാദങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി, അവിടുത്തെ ജസ്റ്റിസ് അമിതേന്ദ്ര കിഷോർ പ്രസാദാണ്, അദ്ദേഹം ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിലാദ്യം കോടതി പരിശോധിച്ചിരിക്കുന്നത് ഈ സർക്കുലറിൻ്റെ ഭാഷയാണ്. കാരണം ഇതിൽ പരാതിക്കാരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് ഈ സർക്കുലറിൽ പറയുന്ന ജപങ്ങളിലൊന്നും തന്നെ പങ്കെടുക്കാൻ താല്പര്യമില്ല എങ്കിൽ അവർക്ക് മാറി നിൽക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൽ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നിർബന്ധിതമായിട്ടാണ് ആലപിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത്.
എന്നാൽ കോടതി പറഞ്ഞത് ഈ സർക്കുലർ മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ നിർബന്ധമായിട്ടും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടിരിക്കുന്ന കുട്ടികൾ ഇതിൽ പങ്കെടുത്തിരിക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഈ സർക്കുലറിൽ എങ്ങും തന്നെ കാണാനായിട്ടില്ല. ഇതൊന്നാമത്തെ കാര്യം. ഇനി 2, മതവിശ്വാസത്തിനോ മനസാക്ഷിക്കോ എതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്ന, നിർബന്ധിക്കുന്ന ഒരു തരത്തിലുള്ള വ്യവസ്ഥയും ഈ സർക്കുലറിൽ കാണുന്നില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം, മനസാക്ഷി സ്വാതന്ത്ര്യം, ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം ഉണ്ടായതായിട്ട് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി ഇവിടെ നിരീക്ഷിക്കുന്നു. കൂടാതെ ഈ ഹർജിക്കാരായിട്ടുള്ള പരാതിക്കാർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാദം ഈ സർക്കുലർ നമ്മുടെ ഭരണഘടനയുടെ 28(1) ആർട്ടിക്കിളിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ കോടതി പറയുന്നത് ആർട്ടിക്കിൾ 28 പറയുന്ന റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള പ്രയോഗത്തിന് വളരെ പരിമിതമായിട്ടുള്ള ഒരു അർത്ഥം മാത്രമാണുള്ളത് എന്നാണ്. ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ ആരാധനാ രീതികൾ, സമ്പ്രദായങ്ങൾ, ചടങ്ങുകൾ, മതസിദ്ധാന്തങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നതിനെയാണ് ഭരണഘടന വിലക്കുന്നത്. എന്നാൽ എല്ലാ ധാർമ്മിക പഠനങ്ങളും അതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. ഉദാഹരണത്തിന് പൗരബോധം വളർത്തുക, നിയമം പാലിക്കാനുള്ള മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കുക, സാമൂഹിക ഐക്യം വളർത്തുക, നല്ല പൗരന്മാരായിട്ട് കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലക്ഷ്യമിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ ആർട്ടിക്കിൾ 28 പരിധിയിൽ വരുന്നില്ല. റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്ന പരിധിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ഗായത്രി മന്ത്രത്തിനെയും ഭോജന മന്ത്രത്തിനെയും എല്ലാം അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഹർജിക്കാർ ശ്രമിച്ചത് എങ്കിൽ ഇതൊന്നും തന്നെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ അല്ല, മറിച്ച് മോറൽ ഇൻസ്ട്രക്ഷൻ മാത്രമാണ് എന്ന് കോടതി ഇവിടെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളും മതപ്രബോധനമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി കോടതി പറയുന്നുണ്ട്. അതായത് ഈ ഹർജി യഥാർത്ഥ അവകാശ ലംഘനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്നാണ് കോടതി പറയുന്നത്. ഭാവിയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശ ലംഘനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരാശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതല്ലാതെ ആരുടെയെങ്കിലും മൗലികാവകാശമോ മതസ്വാതന്ത്ര്യമോ ഇവിടെ ലംഘിക്കപ്പെട്ടതായിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഒരു ആപ്രിഹെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരാതിയുമായിട്ട് ഹർജിക്കാർ വന്നിരിക്കുന്നത് എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊടുത്തിരിക്കുന്ന അപേക്ഷ എന്നത് ഒരു പ്രിമച്വർ പെറ്റീഷനാണ് എന്നാണ് കോടതി കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തൽക്കാലം ഇടപെടാനായിട്ട് യാതൊരു വിധത്തിലുള്ള കാരണവും കാണുന്നില്ല. ഇനി ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഇത് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുകയോ ഇതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു മതപ്രബോധനം നിർബന്ധിതമായിട്ട് സ്കൂളുകളിൽ കൊണ്ടുവരികയൊക്കെ ചെയ്താൽ ആ സമയത്ത് രേഖാമൂലം തെളിവ് സഹിതം പരാതിപ്പെട്ടാൽ ആ സമയത്ത് ഇത് പരിഗണിക്കാം. അതല്ലാതെ പ്രിമച്വറായിട്ടുള്ള ഒരു സ്റ്റേജിൽ ഈ ഒരു കാര്യം പരിഗണിക്കാനേ കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിലൊരു ആശങ്കയായിട്ട് ഹർജിക്കാർ കൊണ്ടുവന്നത്, അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്, അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അവകാശ ലംഘനവും ഇപ്പോൾ നടന്നിട്ടില്ല, നടന്നതായിട്ട് തെളിവില്ല. കാരണം ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിർബന്ധിതമായിട്ട് കുട്ടികളെ അടിച്ചേൽപ്പിക്കുന്നില്ല, മതപ്രബോധനം നടത്തുന്നില്ല, ധാർമ്മികമായിട്ടുള്ള പഠനം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കൂടി ഉദ്ദേശമാണ്, ഭരണഘടനയുടെ കൂടി ലക്ഷ്യമാണ് എന്നാണ് കോടതി പറയുന്നത്. സത്യത്തിൽ ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും അതുതന്നെയാണ്. കോടതി സരസ്വതി മന്ത്രമോ ഗായത്രി മന്ത്രമോ ഭരണഘടനാപരമായി നിർബന്ധമാണെന്നോ നിർബന്ധമല്ലെന്നോ ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. മറിച്ച് കോടതി ഇവിടെ പരിശോധിച്ചിരിക്കുന്നത് മറ്റൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈ സർക്കുലർ നിലവിലുള്ള രൂപത്തിൽ വിദ്യാർത്ഥികളെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു ജപത്തിന് നിർബന്ധിക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ് കൃത്യമായിട്ട്. രണ്ടാമതായിട്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 28 പരിധി, അതിൽ മോറൽ എഡ്യൂക്കേഷൻ വരുമോ? ധാർമ്മികമായിട്ടുള്ള പഠനങ്ങളെല്ലാം തന്നെ മതപരമായിട്ടുള്ള പഠനങ്ങളായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയുമോ എന്നുള്ളത് കോടതി പരിശോധിച്ചു. അങ്ങനെ കഴിയില്ല എന്ന് കോടതി കണ്ടെത്തി. മതപ്രബോധനവും ധാർമ്മിക പഠനവും തമ്മിൽ കാര്യമായിട്ടുള്ള അന്തരമുണ്ട്, നിയമപരമായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്ന് കോടതി കണ്ടെത്തുന്നു. അടുത്തതായിട്ട് യഥാർത്ഥ സംഭവങ്ങളെയും തെളിവുകളെയും അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പരാതി പറയേണ്ടത്. അല്ലാതെ ഒരാശങ്കയുടെ അടിസ്ഥാനത്തിൽ, ആപ്രിഹെൻഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രിമച്വറായിട്ടുള്ള ഒരു പെറ്റീഷൻ അല്ല ഈ വിഷയത്തിൽ കൊടുക്കേണ്ടത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു താക്കീത് കൂടി കോടതിയുടെ ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വിധിയുടെ അന്തസത്ത എന്ന് പറയുന്നതും അതുതന്നെയാണ്. അനാവശ്യമായിട്ട്, തെറ്റായിട്ട് ഒരു സർക്കുലറിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മതപഠനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർബന്ധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി അതിൽ നിന്ന് ഒഴിവാകാൻ ആർക്കും അവകാശമില്ല, നിർബന്ധിതമായിട്ടാണ് ഇത് കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്, അവരുടെ മതസ്വാതന്ത്ര്യത്തിന്, ഭരണഘടനാപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ തന്നെ വിഘാതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ ചില ആശങ്കകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഹർജിക്കാർ ശ്രമിച്ചിരിക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലോ ആരെങ്കിലും നിർബന്ധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലോ ആരുടെയെങ്കിലും മതസ്വാതന്ത്ര്യം ഹനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും ആയിരുന്നില്ല ഈ ഒരു പരാതി വന്നത്. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മുടെ നാട്ടിൽ ഈ വ്യവഹാര നടപടികളുടെ ഭാഗമായിട്ട് വരുന്ന പലതരത്തിലുള്ള ഇത്തരം പെറ്റീഷനുകളും ഇങ്ങനെയുള്ള ആശങ്കകളുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, അതല്ലാതെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എന്തായാലും വളരെ ഉചിതമായ രീതിയിൽ ഭരണഘടനയുടെ 28(1)
അനുച്ഛേദത്തിനെ കൃത്യമായി വിശദീകരിച്ച ഈ സർക്കുലറിൻ്റെ സ്വഭാവം എന്താണ്, അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്ന ഛത്തീസ്ഗഡ് ഹൈക്കോടതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ നല്ല രീതിയിലത്തേക്കുള്ള ധാർമ്മികമായിട്ടുള്ള പഠനത്തിൽ കൂടി നമ്മുടെ സമൂഹത്തിലെ മികച്ച മാതൃകാ പൗരന്മാരായിട്ട് വളർന്നു വരട്ടെ. അതിന് ഈ ഗായത്രി മന്ത്രവും സരസ്വതി മന്ത്രവും ഒക്കെ അവരെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.